അന്തരിച്ച സീതാറാം യെച്ചൂരിക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് ഡൽഹി. എയിംസിൽ നിന്ന് JNUവിലേക്ക് പൊതുദർശനത്തിനായി എത്തിക്കും. വിനീത VG നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ. സീതാറാം യെച്ചൂരിക്ക് അന്ത്യയാത്രാമൊഴി നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ ഡൽഹി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി JNUവിലെത്തിക്കും. വൈകിട്ടോടുകൂടി എയിംസിൽ നിന്ന് ഭൗതികദേഹം ഏറ്റുവാങ്ങി ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ ആണ് പൊതുദർശനത്തിന് വെക്കുക. ഇപ്പോഴിതാ മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്നത് നമുക്ക് കാണാം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കാൻ വേണ്ടി കൊണ്ടുപോകും. അതിനുശേഷം വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ മൃതശരീരം കൊണ്ടുപോകും. ഇന്ന് രാത്രി മുഴുവൻ ഡൽഹിയിൽ വസന്ത് കുഞ്ചിലെ വസതിയിലായിരിക്കും സീതാറാം യെച്ചൂരിയുടെ പൊതുദർശനം. അതിനുശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെ 11 മുതൽ 3 മണി വരെ AKG ഭവനിൽ പൊതുദർശനം ഉണ്ടാകും. രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും മൃതദേഹം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായിട്ടുള്ള AKG ഭവനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷമായിരിക്കും അവിടെ പൊതുദർശനത്തിന് വയ്ക്കുക. ഏതാണ്ട് 30-35 വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഓഫീസ് കെട്ടിടമാണ് AKG ഭവൻ. അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം AKG ഭവനിൽ നിന്ന് 14 അശോക റോഡ് വരെ യാത്രയിലൂടെ കൊണ്ടുപോകും. അവിടെ നിന്ന് മൃതദേഹം എയിംസിലെത്തിച്ച് ആശുപത്രിക്ക് കൈമാറും. ഇതാണ് ഇനി നടക്കാനുള്ള കാര്യങ്ങൾ. വിനീത VG നമ്മളോടൊപ്പമുണ്ട്. വിനീത, ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിരിക്കുന്നത് നമുക്ക് കാണാം. എംബാം ചെയ്ത മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന ഡൽഹി JNUവിലേക്ക്, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിലായിരിക്കുമല്ലോ ഇനി പൊതുദർശനത്തിന് വെക്കുക. ആദ്യം എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഇവിടെ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി ബൃന്ദാ കരാട്ട്, ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. JNUവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരിടം തന്നെയാണ്. 1974 യെച്ചൂരി SFIയുടെ ഭാഗമാവുന്നത്. 1977 അന്ന് നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ SFIയുടെ നേതാവ് DP ത്രിപാഠി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് യെച്ചൂരിയും JNUവിലെ വിദ്യാർത്ഥി നേതാവായിരുന്നു. ഒപ്പം തന്നെ JNUവിലെ അദ്ദേഹത്തിന്റെ പഠനകാലത്തിലാണ് ഈ അടിയന്തരാവസ്ഥയൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 1878 മുതൽ 79 വരെ ആ കാലയളവിൽ 3 തവണയാണ് യെച്ചൂരി അവിടുത്തെ നേതാവായിരുന്നത്, യൂണിയൻ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിനെ മുൻനിർത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഏറ്റവും വലിയ ഒരു അടുത്തു നിൽക്കുന്ന ഒരിടം തന്നെയാണ് JNU. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുള്ള ആംബുലൻസ് JNUവിലേക്കാണ് പുറപ്പെടുന്നത്. JNUവിലെ യൂണിയൻ ഓഫീസിൽ അല്പസമയം 15 മിനിറ്റിനാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 15 മിനിറ്റോളം അദ്ദേഹത്തിന്റെ മൃതദേഹം ആ യൂണിയൻ ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമാണ് ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസന്ത് കുഞ്ചിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കുക. ഇന്ന് മുഴുവൻ വീട്ടിൽ തന്നെ ആയിരിക്കും. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് വീട്ടിൽ നിന്ന് നാളെ രാവിലെ 8 മണിയോടെ മൃതദേഹം അവിടെ നിന്ന് ഈ AKG ഭവനിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. 13 മണിയോട് കൂടിയായിരിക്കും യെച്ചൂരിയുടെ മൃതശരീരം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യയാത്രാമൊഴി നൽകുകയാണ് തലസ്ഥാന നഗരി. എയിംസിൽ നിന്ന് ഭൗതികദേഹം ഏറ്റുവാങ്ങി ഇനിയിപ്പോൾ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിലായിരിക്കും പൊതുദർശനത്തിന് വെക്കുക. അല്പസമയം അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം വസന്ത് കുഞ്ചിലുള്ള യെച്ചൂരിയുടെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോകും. ഇന്ന് രാത്രി മുഴുവൻ ഡൽഹിയിലെ വസന്ത് കുഞ്ചിലെ വസതിയിൽ പൊതുദർശനത്തിന് വെക്കും. അവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള പ്രമുഖരെത്തി യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കും. 1984 മുതൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി എത്തുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹം കഴിഞ്ഞിരുന്ന ഏറ്റവും കൂടുതൽ സമയം പ്രവർത്തിച്ചിരുന്നത് AKG ഭവനിലെ ഓഫീസിലായിരുന്നു. അവിടുത്തെ പ്രവർത്തന കേന്ദ്രം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അതോടൊപ്പം തന്നെ 14 അശോക റോഡിലെ കെട്ടിടവും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ശനിയാഴ്ച, അതായത് നാളെ ഡൽഹിയിലെ AKG ഭവനിൽ നിന്ന് 14 അശോക റോഡ് വരെ കൊണ്ടുപോകും. അവിടെ നിന്നാണ് മൃതദേഹം എയിംസിലെത്തിച്ച് ആശുപത്രിക്ക് കൈമാറുക. ഇപ്പോൾ അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം
എയിംസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പൊതുദർശനത്തിനായി കൊണ്ടുചെല്ലും.